ഇന്ത്യയുടെ ചരിത്രമുറങ്ങുന്ന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റലൈസ് ചെയ്യാനൊരുങ്ങി മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ഇൻക്രിപ്ഷൻസ് ഡിജിറ്റലൈസേഷൻ ഫൗണ്ടേഷൻ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ കയ്യെഴുത്ത് പ്രതികളും ശിലാലിഖിതങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത പൈതൃകങ്ങളിൽ ഒന്നാണ്. ഏകദേശം 1 കോടി കയ്യെഴുത്ത് പ്രതികളും 3 ലക്ഷത്തിലധികം ശിലാലിഖിതങ്ങളും ഇന്ത്യക്കുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ശാസ്ത്രം, ഭരണകൂടം, സാഹിത്യം, സംസ്കാരം എന്നിവ അവയിലെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്നാൽ ഇവയിൽ 1% താഴെ മാത്രമേ ആർക്കും ആക്സസ് ചെയ്യാവുന്ന വിധത്തിൽ ലഭ്യമായുള്ളൂ എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഈ വലിയ പ്രശ്നത്തിന് ഒരു സമഗ്ര പരിഹാരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ഡിജിറ്റലൈസേഷൻ ഫൗണ്ടേഷൻ എന്ന MIDF. ഇന്ത്യയുടെ മുഴുവൻ ലിഖിത പൈതൃകവും ഡിജിറ്റൽ രൂപത്തിൽ ക്രമീകരിച്ച് തിരയാവുന്ന ഒരു ഓപ്പൺ സെർച്ച് പ്ലാറ്റ്ഫോമായി നിർമ്മിക്കുകയാണ് MIDFന്റെ ലക്ഷ്യം. കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യയിൽ നിരവധി ഡിജിറ്റൈസേഷൻ പദ്ധതികൾ നടന്നിട്ടുണ്ട്. പഴയ കയ്യെഴുത്ത് പ്രതികൾ ഉയർന്ന റെസൊല്യൂഷനിൽ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം ഈ ഡാറ്റ തിരയാൻ കഴിയില്ല എന്നതാണ്. മെറ്റാഡാറ്റയില്ല, സൂചിക അഥവാ ഇൻഡെക്സിംഗ് ഇല്ല, ക്രോസ് ലിങ്കിംഗ് ഇല്ല. അതിനാൽ തന്നെ സ്കാൻ ചെയ്ത ഫയലുകൾ ഉണ്ടായാലും അവ ഉപയോഗപ്രദമായ അറിവായി മാറുന്നില്ല. MIDF പറയുന്നത് തിരയാൻ കഴിയാത്ത സ്കാൻ ഒരു രണ്ടാമത്തെ പൂട്ടിയിട്ട കയ്യെഴുത്ത് പ്രതി പോലെയാണെന്നാണ്. ഇന്ന് ഒരു ഗവേഷകന് പഴയ ഗ്രന്ഥങ്ങൾ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ വിവിധ ആർക്കൈവുകൾ നേരിട്ട് സന്ദർശിക്കണം. പലപ്പോഴും അവ ശരിയായി കാറ്റലോഗ് ചെയ്തിട്ട് പോലുമില്ല. അറിവ് നിലവിലുണ്ടെങ്കിലും പ്രായോഗികമായി അത് അദൃശ്യമാണ്. ഇതൊരു അക്കാഡമിക് പ്രശ്നം മാത്രമല്ല, ഒരു നാഗരിക പ്രശ്നമായും ഇതിനെ കാണാനാകും. ഇന്ത്യയുടെ സ്വന്തം ചരിത്രം പഠിക്കാൻ പലപ്പോഴും വിദേശ ഡാറ്റാബേസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. അതായത് സ്വന്തം പൈതൃകം പോലും പുറത്തുനിന്നുള്ള സിസ്റ്റങ്ങൾ വഴി വായിക്കേണ്ട സാഹചര്യം. ലോകം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ അറിവ് സംവിധാനങ്ങളിലേക്ക് മാറുകയാണ്. എന്നാൽ ഒരു പ്രധാന പ്രശ്നം ഇവിടെ ഉയരുന്നു. മെഷീന് വായിക്കാനാകാത്ത ഡാറ്റ ഭാവിയിൽ പ്രായോഗികമായി ഇല്ലാത്തതായി മാറും. യൂറോപ്പ് ഇതിനകം കോടിക്കണക്കിന് പേജുകൾ ഡിജിറ്റൈസ് ചെയ്ത് AI പരിശീലനത്തിനായി ഉപയോഗിക്കുകയാണ്. ചൈന ക്ലാസിക്കൽ ലിപികളിൽ ഉയർന്ന കൃത്യതയുള്ള OCR സാങ്കേതിക വിദ്യ കൈവരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ വലിയ കയ്യെഴുത്ത് പ്രതി സമ്പത്ത് ഇപ്പോഴും യന്ത്രങ്ങൾക്ക് വായിക്കാനാകാത്ത നിലയിലാണ്. ഇത് കാലക്രമേണ വർദ്ധിക്കുന്ന ഒരു ഡിജിറ്റൽ വിടവ് തന്നെയാണ്. ഈ പ്രശ്നത്തിന് MIDF ഒരു സമഗ്ര ഡിജിറ്റൽ പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നു. സ്മൃതി എന്ന പേരിലുള്ള ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ കേന്ദ്രം. ഈ സിസ്റ്റത്തിന്റെ പ്രധാന പ്രത്യേകതകൾ കീവേഡ് അടിസ്ഥാനമാക്കിയുള്ള ശക്തമായ സെർച്ച് സംവിധാനവും കയ്യെഴുത്ത് പ്രതികൾ തമ്മിലുള്ള ക്രോസ് ലിങ്കിങ്ങും AI സഹായത്തോടെ സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്ക്രിപ്ഷനും വിദഗ്ധരുടെ പരിശോധനയും തിരുത്തലുമെല്ലാം സാധ്യമാകും. AI ഉപയോഗിച്ചുള്ള ഈ സംവിധാനം ഇന്ത്യയുടെ ചരിത്രത്തിന്റെ സൂക്ഷിപ്പിന് ഏറെ സഹായകമാണ്. ഇന്ത്യയിലെ ഡിജിറ്റൈസേഷൻ ശ്രമങ്ങളുടെ വലിയ പ്രശ്നം ഏകീകരണത്തിന്റെ അഭാവമാണ്. ഓരോ സ്ഥാപനവും വ്യത്യസ്ത രീതിയിൽ മെറ്റാഡാറ്റ ശേഖരിക്കുന്നു. ഇതോടെ ഡാറ്റ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. MIDF ഒരു ISO പോലുള്ള സ്റ്റാൻഡേർഡ് മെറ്റാഡാറ്റ സംവിധാനമാണ് യാഥാർത്ഥ്യമാക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് നടപ്പായാൽ ഇന്ത്യയിലെ എല്ലാ ആർക്കൈവുകളും ഒരൊറ്റ നെറ്റ്വർക്കിൽ ബന്ധിപ്പിക്കാനാകും. ഈ പദ്ധതി സർക്കാർ നിയന്ത്രണത്തിലുള്ളതല്ല, മറിച്ച് ഗ്രാന്റ് അടിസ്ഥാനത്തിലുള്ള സഹകരണ മാതൃകയിലാണ് മുന്നോട്ടു പോകുന്നത്. MIDF മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സാങ്കേതിക പദ്ധതി മാത്രമല്ല, അത് രാജ്യത്തിന്റെ ചരിത്ര സമ്പത്ത് സൂക്ഷിക്കുന്നതിനുള്ള നിർണായക ദൗത്യമാണ്. സ്വന്തം രാജ്യത്തിന്റെ ചരിത്രം കണ്ടെത്താനും ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കാനും വഴിയൊരുക്കുന്ന വൻ ദൗത്യം. വാർത്തയുടെ നിറം തേടി തനിനിറം.